ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിയോട് പറയാണ്, ശ്രുതി അവസാനമായി കള്ളം പറഞ്ഞത് എപ്പോഴാണെന്ന്. അപ്പോൾ സച്ചി നമ്മുടെ ശ്രീകാന്തിനോട് പറയും, മോനെ നന്നായി, നല്ല ക്വസ്റ്റ്യൻ, നീ പാർലർത്തി പറ, എന്താ പറയാൻ നോക്കട്ടെ അറിയാം. അപ്പോൾ ഇവളൊന്നും മിണ്ടണില്ല, ശ്രുതി മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുക, ആലോചിക്കുകയാണ്, കുറേ കള്ളങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഏത് കള്ളാണ് അവസാനം പറഞ്ഞതെന്ന് ആലോചിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ സച്ചി തട്ടി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളൊന്നും മിണ്ടണില്ല കേട്ടോ. അപ്പോൾ പിന്നെ എടുത്ത വഴിക്ക് ചന്ദ്ര അറിയും അവളൊരു കള്ളവും പറഞ്ഞിട്ടില്ല എന്നറിയും. അപ്പോൾ അറിയും, അത് നിനക്കാണോ അറിയാമെന്ന് വയ്ക്കും രവി. നീ എവിടെ മിണ്ടാണ്ടിരിക്കുക, ശ്രുതി പറയട്ടെ എന്നറിയും. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കാൻ പറയേ, എന്താ പറയാത്ത, പറയുക, എല്ലാവരും നിർബന്ധിക്കുകയാണ്, പറയുക. അപ്പോൾ ശ്രീയും പറയും, ശ്രുതിയും പറയും, ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ അടുത്ത് ഇങ്ങനെ നന്നായി, എന്താ പറയാത്ത, ആലോചിക്കുകയാണോ ഒരു സച്ചി കടന്നിങ്ങനെ തുള്ളുകയാണ് കേട്ടോ. അപ്പോൾ പറയും, സാഹചര്യങ്ങളാണ് കള്ളത്തരങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നത്, സത്യങ്ങൾ പറയാനും പ്രേരിപ്പിക്കുന്നത് സാഹചര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയും. അപ്പോൾ പിന്നെ മിണ്ടുന്നില്ല. അപ്പോൾ പറയും, എന്താ ഇപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവണില്ല. അപ്പോൾ രേവതി ചോദിക്കും, എന്താണ് ഈ പറഞ്ഞത്, നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ അല്ലല്ലോ ഇപ്പോൾ പറഞ്ഞത്, ഇതെന്താണ് ഈ പറയണതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അത് ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാവുള്ളൂ എന്ന് പറയും ചന്ദ്ര. അപ്പോൾ ചന്ദ്ര ബുദ്ധിയിൽ നമ്മളെ വർഷം അറിയും, ശ്രീകാന്ത് പറയും, ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്താ ബുദ്ധിയില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല അറിയും. അപ്പോൾ അങ്ങനെ ശ്രുതിനിട്ട് എല്ലാവരും കൂടെ ഇട്ട് വട്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്കൊന്നും പറയാനില്ല, കാരണം എന്താണ് പറയാനുള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവസാനം പറയും, എന്നോടാണ്, അപ്പോൾ രേവതി അറിയും, എന്നോടാണ് ചോദിച്ചാൽ ഞാൻ അതിനുള്ള ഉത്തരം, അല്ല ശ്രീകാന്തോ വർഷം ആരോ ചോദിക്കുകയാണ്, രേവതി അടുത്തോടാണ് ഈ ചോദ്യം ചോദിച്ചാൽ രേവതി അടുത്ത് സത്യം പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക, അപ്പം ഞാൻ പറയും എന്നറിയും. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാൻ എത്ര ആലോചിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്. ഇപ്പോൾ സത്യമാണെങ്കിൽ സത്യം, നുണയാണെങ്കിൽ നുണ, അത്രയല്ലേ ഉള്ളൂ. അതിനിപ്പോൾ അത്രയും ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും രേവതി. അപ്പോൾ ശ്രീകാന്ത് എന്നാൽ എടുത്തി ചേർത്തിക്ക് പിന്നെ ഏറ്റവും ആഗ്രഹമുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ നടന്നു കിട്ടണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള കാര്യം എന്താണ് ചോദിക്കും വർഷ. അപ്പോൾ രേവതി പറയും, ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, എനിക്ക് എൻ്റെ അനിയനും അനിയത്തിയും നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങിക്കണം, പിന്നെ അതുപോലെ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അനിയൻ പിന്നെ നല്ല ജോലി വാങ്ങി ഞങ്ങളുടെ വീടിൻ്റെ നെടുന്തൂണാവണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഇവളുടെ അനിയനല്ലേ എന്ന് പറയും നമ്മുടെ സച്ചി. അപ്പോൾ എന്നിട്ട് നടക്കും എന്നറിയും. അത് കളിയാക്കിയതാണ്, പക്ഷേ ആരും അത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പറയും, അത് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം, അതുപോലെ തന്നെ അവൻ നന്നായി പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ പാർട്ട് ടൈം ഒരു ജോലിക്കും അവൻ പോകുന്നുണ്ട്, എൻ്റെ അനിയത്തി നന്നായി പഠിക്കുന്നുണ്ട്, അവരൊക്കെ നന്നായി കാണണം, എൻ്റെ അമ്മയെ അവരൊക്കെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എനിക്ക്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ കൂടിയില്ല, എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കണം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം, അതിൽ കൂടുതൽ വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല എന്നറിയും. അപ്പോൾ രവി പറയും, മോളെ അതല്ല, മോൾക്ക് സ്വന്തമായിട്ടൊരു ആഗ്രഹമല്ലേ എന്ന് ചോദിക്കുകയാണ് രവി. അപ്പോൾ അവളിങ്ങനെ മിണ്ടാണ്ട് അങ്ങനെ നോക്കുക എല്ലാവരും മുഖത്തേക്ക്. പറയുമ്പോൾ അവൾക്ക് അങ്ങനെ സ്വന്തമായിട്ട് ആഗ്രഹങ്ങളൊന്നുമില്ല അച്ഛാ എന്നറിയും നമ്മളെ സച്ചി. അവൾക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും, അവളുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണ്, അല്ലാണ്ട് അവൾക്ക് സ്വന്തമായിട്ടൊരു ആഗ്രഹമല്ല. പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതാവാണ്, അവളോടൊരു ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ നമ്മളെ ചന്ദ്രയ്ക്കൊന്നും വലിയ മൈൻഡൊന്നുമില്ല, എന്നുള്ളൊരു ഭാവമാണ് ചന്ദ്രയുടെ മുഖത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും, പിന്നെ സച്ചിയേട്ടൻ എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്ന് വയ്ക്കും. ഞാനോ എന്ന് പറയും സച്ചി. അപ്പോൾ പറയും, ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്താ എന്നറിയും. അപ്പോൾ ഞാൻ ഏറ്റവും വിഷമിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പൊങ്കലിൻ്റെ സമയത്ത് ഞാൻ ചെറുതായിരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും കൂടെ എന്നെ ഇവിടെ എന്നെ ഇവിടെ വിട്ടിട്ട് പോയത്. അപ്പോൾ അച്ചമ്മയ്ക്ക് ഓർമ്മ ഉണ്ടോ അത്, ഞാൻ എപ്പോഴും അമ്മയും അച്ഛനെയും വിളിച്ച് കരയുന്നത് അച്ചമ്മയ്ക്ക് ഓർമ്മ ഉണ്ടോ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് അവരെന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നമ്മുടെ സച്ചി ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് കേട്ടോ. എന്തിനാണ് അവരെന്നെ കൊണ്ടുവന്നാക്കിയതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ എന്നും അമ്മയെ വിളിച്ച് കരയുമായിരുന്നു, അമ്മയെ കാണണം അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പക്ഷേ അതൊക്കെ ഇല്ലാണ്ടായി. പക്ഷേ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, പാവം അങ്ങനെ സങ്കല്പിച്ച് പറയുന്നതാണ്. അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, കാരണം അമ്മ എന്നെ സ്കൂളിലേക്ക് കൊണ്ടാക്കും,
സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വീണിട്ട് എൻ്റെ മേലൊക്കെ മണ്ണ് പറ്റിയിട്ട് എൻ്റെ അമ്മ ഓടി വന്ന് ആ മേലെ ദേഹത്തെ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് എന്നെ എടുത്ത് സ്കൂളിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ ഏതോ ഒരു പയ്യൻ എന്നെ വികൃതി കാണിച്ചപ്പോൾ അമ്മ വന്ന് ആ പയ്യനെ വഴക്ക് പറഞ്ഞ് അതിനെ തല്ലിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊക്കെ ഹോംവർക്കുകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ നേരെ മുന്നിൽ അമ്മ വന്നിരിക്കും. എന്നിട്ട് അമ്മയാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ അമ്മയുടെ മടി കിടന്ന് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അമ്മ മുടിയിലേക്ക് ഇങ്ങനെ വിരൽ ഓടിച്ചിട്ട് അങ്ങനെയാണ് എന്നെ ഉറക്കുമായിരുന്നു. പിന്നെ എന്നെ ബെഡ് കൊണ്ടേ കിടത്തുന്നത് അമ്മയാണ്, കഥ പറഞ്ഞു തരുന്നത് അമ്മയാണ്, എന്നെ കുളിപ്പിക്കുന്നത് അമ്മയാണ്, ഭക്ഷണം വാരി തരുന്നത് അമ്മയാണ്. ഭക്ഷണം വാരി തരുമ്പോൾ അമ്മ പറയുമായിരുന്നു, വലിയ ആളാവണ്ടേ, പഠിച്ച് മിടുക്കനാവണ്ടേ എന്നൊക്കെ എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു. എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കണമല്ലോ ഇങ്ങനെ. കാരണം ശ്രീകാന്ത് ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല. അച്ചമ്മയ്ക്കും ഭയങ്കര ഒരു വിഷമം പോലെ, രവിക്കും ഒക്കെ വലിയ ഇതാണ്. ഒരു ചന്ദ്രയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഇതൊക്കെ ഞാൻ ചെയ്തതാണോ എന്നുള്ളൊരു ഭാവമാണ് ചന്ദ്രയുടെ മുഖത്ത് കേട്ടോ. അപ്പോൾ പറയും അങ്ങനെ ഒരുപാട് അമ്മ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊക്കെ എൻ്റെ സ്വപ്നങ്ങളായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. കാരണം അവനതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ചന്ദ്രയിൽ നിന്ന് ഒരു അമ്മയുടെ സ്നേഹം ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരിക്കൽ കിട്ടാതെ പോയതാണ് സച്ചിക്ക്. അപ്പോൾ സച്ചിക്ക് അത് നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട് മനസ്സിൽ കേട്ടോ. അപ്പോൾ അതങ്ങനെ പറയുകയാണ് സച്ചി. അങ്ങനെ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. ഞാനൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. അവരെന്തിനാണ് എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ തല്ലിപ്പൊളി കൂട്ടുകെട്ടായി എൻ്റെ. അപ്പോൾ അവൻ തല്ലിപ്പൊളി കൂട്ടുകെട്ടായിട്ടാണ് എന്നിങ്ങനെ ചന്ദ്ര ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഞാൻ ചെയ്തത് ഒരു തെറ്റിന്, പക്ഷെ ഒന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് ഞാൻ ഇപ്പോൾ പറയാൻ പോവുകയാണ്. ഇതുവരെ ആർക്കും അറിയാത്ത ഒരു രഹസ്യമാണത്. ഇതെൻ്റെ മനസ്സിലുണ്ട്. അത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുകയെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുധിയുടെ മുഖം അതുവരെ ഉണ്ടായിരുന്ന സുധിയല്ല. സുധിയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ്. സുധിയുടെ രവിയുടെ ഒക്കെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ച് എന്തോ പ്രശ്നമാണ് നമ്മുടെ സച്ചി പറയാൻ പോകുന്നത്. അപ്പോൾ പറയും അത് ഇതുവരെ ആർക്കും അറിയാം. അത് പറയും ഞാനത് പറയാൻ പോവുകയാണ് എന്നിങ്ങനെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ സുധിയുടെ മുഖത്തേക്ക് അത് ആര് കാരണമാണെന്ന് അറിയോ, ഞാനിങ്ങനെ ആയത്, എന്നെ ഇങ്ങനെ ആക്കിയത് ആരാന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുധീനെ അങ്ങനെ നോക്കുകയാണ്. സുധീനെ നോക്കുമ്പോൾ സുധി രവീനെ ഇങ്ങനെ കണ്ണും കൊണ്ട് നോക്കിയിട്ട് ഇങ്ങനെ പറയണ്ട അച്ഛാന്നിങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ രവിയും സുധി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. രവിയുടെ മുഖവും പെട്ടെന്ന് മാറുന്നുണ്ട്, സുധിയുടെ മുഖവും പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സച്ചി ഇങ്ങനെ നോക്കുകയാണ് ആകാംക്ഷയോട് കൂടിയിട്ട് എന്താണ് ഈ പറയാൻ പോണത് എന്നുള്ള ആകാംക്ഷ. കാരണം സച്ചിയുടെ അതുവരെ കണ്ട ഭാവമല്ല സച്ചിയുടെ ഭാവയെ മാറിപ്പോകും ദേഷ്യം കൊണ്ട്. അപ്പോൾ പറയും സച്ചി പറയുന്നത് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാന്നറിയോ, അത് ഞാൻ ഇപ്പോൾ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് രവി ചുമച്ചിട്ട് ഇങ്ങനെ കൈയെടുത്ത് കാണിക്കും, പറയല്ലേ രവി ഇങ്ങനെ സച്ചി എന്നിങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ കാണിക്കും, പറയുന്നില്ല, കൈയെടുത്ത് കാണിക്കും പറയരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും സച്ചിക്ക് മനസ്സിലായി. അപ്പോൾ മോനെ എന്താ പറ്റി മോനെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരികയാണ്. അപ്പോഴേക്കും ചന്ദ്ര അയ്യോ രവി ഏട്ടാ എന്താ പറ്റിയെന്ന് വെച്ചിട്ട് ചന്ദ്രയും വരികയാണ്. അപ്പോൾ പറയുമ്പോൾ ഒന്നിങ്ങനെ ഒരു ശ്വാസം മുട്ടലോ അതൊക്കെ ആയിട്ട് അയാളുടെ അഭിനയമായിരുന്നു അത്. സച്ചി അത് പറയാതിരിക്കാനുള്ള അയാളുടെ അഭിനയമായിരുന്നു അത്. സുധിക്ക് അപ്പോഴാണ് സമാധാനമാവുക. അച്ഛൻ്റെ അഭിനയം കണ്ടത് സുധിക്ക് സമാധാനമാവും. അതിൽ സച്ചിക്ക് സച്ചി മിണ്ടണില്ല. സച്ചി മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സച്ചിക്ക് കരച്ചിലിങ്ങനെ പറയുന്ന അമ്മയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അയാളിങ്ങനെ കുറേ കരയാണ് കേട്ടോ. കരഞ്ഞാണ് അയാളത് പറയുന്നത്. അയാളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ. അയാളെ അമ്മ അത്രയ്ക്ക് സ്നേഹിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ അമ്മ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. സുധീനെയും ശ്രീകാന്തിനെയും മാത്രമേ ഉള്ളൂ അമ്മ സ്നേഹിച്ചിരുന്നത്. സച്ചിനെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. അതിനെന്തോ റീസൺ ഉണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ രേവതി ഇരുന്ന് കരയുന്നുണ്ട്. എല്ലാവരും കരയുന്നുണ്ട് സച്ചി പറയുമ്പോൾ കേട്ടോ. രവിയും രേവതിയൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. ശ്രീകാന്തും വർഷയൊക്കെ നല്ല ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ സച്ചി പറയേണ്ട അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. എഴുന്നേറ്റ് പോണ സമയത്ത് അപ്പോഴാണ് നമ്മുടെ സുധിയുടെ മുഖം ഒന്ന് സമാധാനമാവുന്നത്. സുധി ഒന്ന് ഡൗൺ ആവും. സമാധാനമായി എന്നുള്ള ഭാവത്തിൽ സുധിയുടെ മുഖം ഒന്ന് ഇതാവുകയാണ്. അത് കഴിഞ്ഞ് പോകുമ്പോൾ പറയും അവൻ ഓരോന്ന് അങ്ങനെ പറയും എന്ന് പറയുമ്പോൾ ചന്ദ്രേ നിനക്കറിയില്ല അവനെ നിനക്കറിയില്ല. അവൻ അത്രയ്ക്ക് പാവമായിരുന്നു. അവനിങ്ങനെ ആക്കിയത് തന്നെയാണ്. അത് അവൻ പറയാഞ്ഞത് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ്. അത് നീ മനസ്സിലാക്കണം. നീയാണത് മനസ്സിലാക്കേണ്ടത്. അവനത് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പൊങ്കലിന് ഇങ്ങോട്ട് വന്ന പോലെ ആവില്ല ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അതറിയോ നിനക്ക് എന്നൊക്കെ വയ്ക്കുമ്പോഴും സുധി ആകെ ഡസ്പായി മിണ്ടാണ്ടിരിക്കുകയാണ് തലയും താത്തിയിട്ട്. അപ്പോൾ അതിലെ വില്ലൻ സുധിയാന്ന് മനസ്സിലായി.
അപ്പോൾ പറയും അത് അവൻ മിണ്ടാതിരുന്നത് എല്ലാവരുടെയും ഭാഗ്യമാണെന്ന് വെച്ചോളൂ, അവനെ നിങ്ങൾ അങ്ങനെ ഇതാക്കി കാണരുത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. നിങ്ങൾക്ക് അറിയില്ല അവനെക്കുറിച്ച്, ആർക്കും അറിയില്ല അവനെക്കുറിച്ച്, അവൻ അത്രയ്ക്ക് പാവാണ്, അവന് കുടുംബസ്നേഹിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് നീറ്റ് പോവും. അപ്പോൾ ചന്ദ്ര അറിയാം അവൻ അങ്ങനെ പലതും പറയും. പിന്നെ അവൻ പറയുന്നത് മുഴുവൻ നോണേ. അവൻ അങ്ങനെ പലതും വിളിച്ചു പറയും. നിങ്ങളൊന്നും കാര്യമാക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി എല്ലാവരും പോയി കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ട് നീച്ചു പോകും. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ നീച്ചു പോകും കേട്ടോ. ശ്രുതിയും ഒക്കെ നീച്ചു പോകും. അതുപോലെ അപ്പോൾ അച്ചമ്മയും രവതി മാത്രമാവും അവിടെ. അച്ചമ്മ അങ്ങനെ കരയുണ്ട്. അച്ചമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവും. അപ്പോൾ അച്ചമ്മ ഒക്കെ കരയുക തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ രേവതി മെല്ലെ ഇങ്ങനെ ചെല്ലുകയാണ് സച്ചി. അപ്പോൾ സച്ചി കട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ തലയും താത്തിരിക്കണം. പുറത്താണല്ലോ കട്ടിലിട്ടിട്ട് അവരവിടെയല്ലേ കിടക്കുന്നത്. അപ്പോൾ നീ എന്താ നോക്കുന്നത്, കിടക്കുന്നില്ലേ എന്ന് ചോദിക്കും സച്ചി രേവതിയോട്. അപ്പോൾ പറയും എന്താണ് സച്ചിയേട്ടൻ്റെ ജീവിതത്തിലുണ്ടായത്. കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു സച്ചിയേട്ടനൊരു കൊള്ളരുതാത്ത മനുഷ്യനായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി സച്ചിയേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരെയും എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയും. അപ്പോൾ അതിനിടയ്ക്ക് അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറങ്ങണമെങ്കിൽ പിന്നെ നിലാവ് വേണോ, ഞാൻ പോയി കോടയും ടോർച്ച് എടുത്തിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പോട്ടെ എന്ന് പറയും, അതൊന്നും സാരമില്ല എന്ന് പറയും സച്ചി. അപ്പോൾ പറയും അതല്ല സച്ചിയേട്ടന് അമ്മയെ ഒരുപാട് ഇഷ്ടമാണല്ലേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കും. എനിക്കത് മനസ്സിലായി, പക്ഷേ അമ്മയ്ക്ക് സച്ചിയേട്ടന് ഒട്ടും ഇഷ്ടമല്ലല്ലോ. സച്ചിയേട്ടൻ ഇത് നേരം അമ്മ സച്ചിയേട്ടനെ വഴക്ക് പറഞ്ഞ് സച്ചിയേട്ടനും അമ്മയോട് അങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ എനിക്ക് മനസ്സിലായി സച്ചിയേട്ടന് അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത്. പക്ഷേ അമ്മ സ്നേഹിക്കുന്നത് ശ്രീകാന്തിനെയും സുധീനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പറയുമ്പോൾ അതൊക്കെ പോട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ പറയും അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല പറയുമ്പോൾ എന്നോട് പറയൂ സച്ചേട്ടാ, ഞാൻ അറിയണ്ടേ ഇത് എന്താണ് സച്ചേട്ടൻ്റെ മനസ്സിലുള്ളതെന്ന് ഞാൻ അറിയണ്ടേ എന്ന് പറയും. അപ്പോൾ പറയും അതൊന്നുമില്ല രേവതി, നീ ഉറങ്ങാൻ നോക്കുകയെന്ന് പറയും. അതല്ല സച്ചിയേട്ടാ പറയൂ, എന്താണ് കാര്യം എന്ന് പറയൂ എന്ന് പറയും. അപ്പോൾ പിന്നെ ഒന്നുമില്ല, അതൊക്കെ പിന്നെ പറയാം, അതിപ്പോൾ പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവില്ല, നിനക്കും വിഷമാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്കത് അറിയണമെന്ന് അവളിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ സത്യം അത് പറയാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ചെമ്മനീർപ്പൂ നല്ല രസമായിട്ടുണ്ട് കേട്ടോ, നല്ല കാരണം നമ്മുടെ സച്ചിയുടെ സങ്കടം അത് ഭയങ്കര നമുക്ക് തന്നെ ഒരു ഫീൽ ചെയ്തു കേട്ടോ നമുക്ക്. കാരണം എല്ലാവരോടും ദേഷ്യപ്പെട്ട് വഴക്ക് കൂടി പിണങ്ങിയൊക്കെ നടക്കുന്ന ആളും എല്ലാവരെയും കളിയാക്കുന്ന സച്ചിനെ നമുക്കറിയുള്ളൂ. പക്ഷേ സച്ചിയുടെ ഉള്ളിനുള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്താന്ന് രവിക്കും സുധിക്കും മാത്രമേ ഉള്ളൂ. സുധിയാണ് അതിൻ്റെ കാരണക്കാരെന്ന് മനസ്സിലായി. കാരണം സച്ചി ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സുധി രവീനെ നോക്കിയിട്ട് ഇങ്ങനെ തലയും കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്, പറയണ്ടെന്ന് പറയച്ചാ എന്നുള്ളൊരു ഭാവത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇനി ചെമ്പനീർപ്പൂവിൻ്റെ ഫുൾ കഥ നിങ്ങൾ ടി വിയിൽ കാണണം. നല്ല രസമുണ്ട് ആ കഥ. എന്താണെന്ന് അറിയില്ല, ഇനിയിപ്പോൾ ഭാവി പിന്നെ പറയോ എന്തോ അറിയില്ല. നമുക്ക് പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ട് എന്തായിരിക്കും അത് എന്നുള്ളത്. എന്തായാലും വില്ലൻ സുധിയാന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും മിസ് ചെയ്യേണ്ട കാണുക. അതുപോലെ എൻ്റെ രാധാസ് ഫാമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഒരു ബെല്ലൈക്കണൊക്കെ അമർത്തി നിങ്ങളുടെ കമൻറ്റ് വന്ന് അതുപോലെ ലൈക്ക് അടിക്കണം. ആ ലൈക്ക് അടിക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു.